أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. നവാസിബുകളെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. 5 സ്ഥലങ്ങളിൽ അന്ന് മറഞ്ഞ് മുഖദ്ദറായിക്കൊണ്ട് നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. ആ 5 സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചിരുന്നു. അതിൽ 4-മത് നമ്മൾ പറഞ്ഞത് സബബിയായ ഫാഇൻ്റെ ശേഷം ആ ഫാഇൻ്റെ മുമ്പ് മഹദായ നഫിയോ അല്ലെങ്കിൽ തൊലബോ ഒക്കെ മുൻകടന്നിട്ടുണ്ടെങ്കിൽ ഈ സബബിയായ ഫാഇൻ്റെ ശേഷം അന്ന് പറഞ്ഞ് നസ്ബ് ചെയ്യൽ നിർബന്ധമാണെന്ന് പറഞ്ഞിരുന്നു. അവിടെ ഇന്നലെ നമുക്ക് സംഭവിച്ച ഒരു പിഴവ് അത് തിരുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഒരാൾ ചോദിച്ചിരുന്നു ഫയഖൂല എന്നതിന് എങ്ങനെയാണ് നസ്ബ് ലഭിച്ചത് എന്ന് ചോദിച്ചിരുന്നു. നമ്മൾ ആയത്ത് കൊണ്ടുവന്നത് എന്തിനായിരുന്നു? ലൗലാ അഖർതനി ഇലാ അജ്ലിൻ ഖരീബ് എന്ന തഹ്ലീൽ ഒരു തൊലബിൽപ്പെട്ടതാണ്. ആ തൊലബിൻ്റെ ശേഷം ഫ വന്നു, സബബിയായ ഫ വന്നു. അതിനുശേഷം മുളാരിയായ ഫീലിന് അന്ന് പറഞ്ഞ് നസ്ബ് ചെയ്യാൻ നിർബന്ധമാണ് എന്ന ഈ ഒരു ഉദാഹരണം പറയാനായിരുന്നു ഈ ആയത്ത് നമ്മൾ കൊണ്ടുവന്നത്. പക്ഷെ അപ്പോൾ ചോദിച്ചൊരു ചോദ്യം ഫയഖൂല എന്ന് ഇതിനെങ്ങനെയാണ് നസ്ബ് ലഭിച്ചത് എന്ന് ചോദിച്ചതിന് പെട്ടെന്ന് ഞാൻ മറുപടി പറഞ്ഞു അംഫിഖു എന്ന് അമ്രു മുമ്പ് വന്നിട്ടുണ്ട്. ആ അമ്രിൻ്റെ ജവാബായതുകൊണ്ടാണ് ആ അമ്രിൻ്റെ ജവാബിൽ ഫാ വന്നതിൻ്റെ ശേഷം സബബിയായ ഫാ വന്നപ്പോൾ അന്ന് പറഞ്ഞ് നസ്ബ് ചെയ്തതാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് എന്നിൽ നിന്ന് വന്നൊരു പിഴവാണ്. ആ പിഴവ് നമുക്ക് തിരുത്താം. അപ്പോൾ അംഫിഖു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നിങ്ങൾ ചെയ്യുവീൻ മിമ്മാ റസഖ്നാക്കും, നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുവീൻ. അങ്ങനെ ചെലവഴിച്ചാൽ ഫയഖൂല അവൻ പറയും എന്ന് വെക്കാൻ പറ്റില്ലല്ലോ. റബ്ബി ലൗലാ അഖർതനി ഇലാ അജ്ലിൻ ഖരീബ് എന്ന് ഖേദിച്ചുകൊണ്ട് പറയും എന്ന് ഈ അമ്രിനെ ജവാബാക്കി പറയാൻ പറ്റില്ല. ഞാനത് പറഞ്ഞെടുത്ത് വന്ന പിഴവാണ്. പിന്നെ ഫയഖൂല എന്നതിന് എങ്ങനെയാണ് നസ്ബ് ലഭിച്ചത് എന്ന് വെച്ചാൽ തൊട്ട് മുമ്പ് മിൻ ഖബലി അൻ യഅ്തിയ എന്ന് വന്നല്ലോ. യഅ്തിയ, ഈ യഅ്തിയ എന്ന മുളാരിയായ ഫീലിലേക്ക് അത്ഫാണ്, അതിൻ്റെ മേൽ അത്ഫാണ് ഫയഖൂല, ഫാ കൊണ്ട് അത്ഫ്. യഖൂല എന്നുള്ള മുളാരിയായ ഫീലിനെ യഅ്തിയ എന്നതിന് നമുക്ക് അത്ഫ് ചെയ്തു. അപ്പോൾ യഅ്തിയക്ക് നസ്ബാണല്ലോ, അന്ന് ഇവിടെ ഉള്ളത് കൊണ്ട് അന്നോട് നസ്ബാണ് യഅ്തിയ. അപ്പോൾ ഈ എഴുത്തി നമുക്ക് അത്ഫ് ചെയ്യപ്പെട്ട യഖൂല എന്നതിനും നസ്ബ് ലഭിക്കും. അത് നസ്ബ് ചെയ്തത് മറഞ്ഞ് നിൽക്കുന്ന അന്നല്ല, മറിച്ച് ഇവിടെ കാണുന്ന എത്തിയുടെ മുമ്പ് കാണുന്ന ഈ അന്നാണ് നസ്ബ് ചെയ്തത്. അപ്പോൾ മിൻ ഖബലി അൻ യഅ്തിയ വരുന്നതിൻ്റെ മുമ്പ് അഹദക്കും നിങ്ങളിൽപ്പെട്ട ഓരോരുത്തർക്കും വരുന്നതിൻ്റെ മുമ്പ്, അൽ മൗത്തു മരണം വരുന്നതിന് മുമ്പ്, എന്നിട്ട് ഫയഖൂല അവൻ പറയുന്നതിൻ്റെയും മുമ്പ്. എന്ത് പറയുന്നതിൻ്റെയും മുമ്പ്? റബ്ബി ലൗലാ അഖർതനി ഇലാ അജ്ലിൻ ഖരീബിൻ ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ എന്ന് ഖേദിച്ച് പറയുന്നതിൻ്റെയും മുമ്പ് നിങ്ങൾ ധർമ്മം ചെയ്യുവീൻ. അപ്പോൾ യഅ്തിയ എന്ന മൻസൂബായ മുളാരിയായ ഫീലിൻ്റെ മേൽ അത്ഫ് ചെയ്യപ്പെട്ടതാണ് ഫയഖൂല എന്നുള്ള ഫീല്, ഫാ കൊണ്ട് അത്ഫ് ചെയ്യപ്പെട്ടതാണ്. അങ്ങനെയാണ് യഖൂലക്ക് നസ്ബ് ലഭിച്ചത്. അല്ലാതെ ഞാൻ ഇന്നലെ പിഴച്ച് പറഞ്ഞതുപോലെ അംഫിഖു എന്ന അമ്ർ വന്നപ്പോൾ അതിൻ്റെ ജവാബിൽ സബബിയായ ഫായിന് ശേഷം അന്യം പറഞ്ഞ് നസ്ബ് ചെയ്തു എന്നല്ല. അത് തിരുത്തി മനസ്സിലാക്കണം എന്ന് വളരെ വിനയത്തോടെ തുടക്കത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. അത് സംഭവം മനസ്സിലായിട്ടുണ്ടോ? വിഷയം ഒന്നുകൂടി പറയേണ്ടതുണ്ടോ? ഒന്നുകൂടി വിശദീകരിക്കേണ്ടതുണ്ടോ? ഇല്ല, കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. ഇനി നമ്മുടെ വിഷയം ഹൽ തഅരിഫു എന്തായിരുന്നു വിഷയം? അസ്മാഉൽ അഫ്ആലിൻ നാസിബത്തി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യുന്ന ചില ഇസ്മുകളെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യുന്ന
മുളാരിയായ ഫീലിനെ നസ്ബ് ചെയ്യുന്ന ഹർഫുകളെ കുറിച്ചായിരുന്നു. ഇനി നമ്മൾ പറയുന്നത് നസ്ബ് ചെയ്യുന്ന ഇസ്മിനെ നസ്ബ് ചെയ്യുന്ന ചില ഇസ്മുകളെ കുറിച്ച്. നസ്ബ് ചെയ്യുന്ന ഇസ്മുകൾ, ഇസ്മു ഫീലുകൾ എന്ന ഒരു വിഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കലിമത്തുകളുടെ കൂട്ടത്തിൽ ഇസ്മു ഫീല്, ഫീലിൻ്റെ അർത്ഥം വരുന്ന ചില ഇസ്മുകളാണ് ഇസ്മു ഫീലുകൾ. അപ്പോൾ ചില ഇസ്മു ഫീലുകൾക്ക് ഒരു മഫ്ഊല് ആവശ്യമുണ്ടാവും. അപ്പോൾ അത്തരം ഇസ്മു മഫ്ഊലുകൾ എന്ത് ചെയ്യും? മഫ്ഊലിന് നസ്ബ് ചെയ്യുന്ന ഇസ്മു ഫീലുകളായിരിക്കും. അത്തരത്തിലുള്ള ചില ഇസ്മു ഫീലുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച. അസ്മാഉൽ അഫ്ആലിൻ നാസിബ, നസ്ബ് ചെയ്യുന്ന ഇസ്മു ഫീലുകൾ. ഏതൊക്കെയാണ് നസ്ബ് ചെയ്യുന്ന ഇസ്മു ഫീലുകൾ? റുവൈദ, ബൽഹ, ദൂനക്ക, അലൈക്ക, ഹയ്യഹല, ഹ. ഇങ്ങനെ 6 ഇസ്മു ഫീലുകളാണ് നസ്ബ് ചെയ്യുന്ന ഇസ്മു ഫീലുകൾ. ഓരോന്നിൻ്റെ അർത്ഥം നോക്കൂ. റുവൈദ എന്നതിൻ്റെ അർത്ഥം അംഹിൽ എന്നാണ്. അംഹിൽ, താമസം ചെയ്തു കൊടുക്കുക, സാവകാശം ചെയ്തു കൊടുക്കുക എന്നൊക്കെ അർത്ഥം. സാവകാശം ചെയ്തു കൊടുക്കൂ. അംഹിൽ അമ്രഫീലാണ്. അംഹല യുംഹിലു എന്നതിൻ്റെ അമ്രാണ് അംഹിൽ. ഇവിടെ ഈ അർത്ഥം വരുന്ന റുവൈദ അത് നസ്ബ് ചെയ്യുന്ന ഒരു ഇസ്മു ഫീലാണ്. ഉദാഹരണം നോക്കാം. റുവൈദ മുഹമ്മദൻ ലി മുദ്ദത്തി ഷഹരിൻ. റുവൈദ മുഹമ്മദൻ, മുഹമ്മദിന് നീ താമസം ചെയ്യേ, സാവകാശം ചെയ്യേ. ലി മുദ്ദത്തി ഷഹരിൻ, ഒരു മാസക്കാലം. അവന് എന്തോ പണം തരാനുണ്ട്, അതിപ്പോൾ തന്നെ നിർബന്ധിപ്പിച്ച് ചോദിക്കണ്ട, കുറച്ച് നീ അവന് താമസം ചെയ്തു കൊടുക്കുക. ഇതാണ് റുവൈദ എന്നതിൻ്റെ അർത്ഥം. മറ്റൊന്നാണ് വേറൊരു ഉദാഹരണം. റുവൈദൽ മുഴ്സിറ. റുവൈദ നീ താമസം ചെയ്തു കൊടുക്കുക. അൽ മുഴ്സിറ, മുഴ്സിറിന്, മുഴ്സിർ എന്ന് പറഞ്ഞാൽ മൂസിറിൻ്റെ ഓപ്പോസിറ്റാണ് മുയ്സിർ. മുഴ്സിർ, മുഴ്സിർ കഴിവില്ലാത്തവൻ. ആ അയിനിൻ്റെ സ്ഥാനത്ത് വാവ് വെച്ച് കൊടുത്താൽ മൂസിർ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ, മുഴ്സിർ എന്ന് പറഞ്ഞാൽ കഴിവില്ലാത്തവൻ, പാവപ്പെട്ടവൻ. ആ പാവപ്പെട്ടവന് നീ താമസം ചെയ്തു കൊടുക്കുക. ഇവിടെ കണ്ടില്ലേ, മുഹമ്മദൻ എന്നുള്ളതിനും മുഴ്സിറ എന്നതിനൊക്കെ നസ്ബ് ചെയ്തു റുവൈദ എന്നുള്ളത്. ഇനി മറ്റൊന്നാണ് ബൽഹ, അടുത്ത ഇസ്മു ഫീൽ ബൽഹ എന്നുള്ളത്. ബൽഹ എന്നതിൻ്റെ അർത്ഥം ഉത്തുറുക്ക്, നീ ഒഴിവാക്ക് എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ എന്തിനെ ഒഴിവാക്ക്? ഒരു മഫ്ഊലാണ് ഞാൻ ഇതിന് വേണ്ടത് അല്ലേ? അപ്പോൾ മഫ്ഊലിന് നസ്ബ് ചെയ്യും. ഉദാഹരണത്തിന് ബൽഹ നീ ഒഴിവാക്ക് അൽ ജിദാല, തർക്കം നീ ഒഴിവാക്ക്. നീ തർക്കിക്കാൻ നിൽക്കല്ലേ, തർക്കം നീ ഒഴിവാക്ക്. അപ്പോൾ ജിദാല എന്നതിന് നസ്ബ് ചെയ്തു. മറ്റൊരു ഉദാഹരണം ബൽഹ സഫീഹ, നീ ഒഴിവാക്ക് അസഫീഹ, വിഡ്ഡിയെ. സഫീഹ് അവനോട് നീ വർത്താനം എന്ന് പറയാൻ പോകണ്ട, അവനെ ഒഴിച്ചിട്ടാളാം, അവനെ ഒഴിവാക്കിക്കളാം. അടുത്തത് ദൂനക്ക. ദൂനക്കൻ്റെ അർത്ഥം ഹുദ് എന്നാണ്, നീ പിടിച്ചോ എന്നൊക്കെ അർത്ഥം. ദൂനക്കൽ കിതാബ, ആ കിതാബ് നീ എടുത്തോ. ദൂനക്ക റൂബിയ, ഈ രൂപ, ഈ ഉറുപ്പ്യ നീ എന്ത് ചെയ്തോ, എടുത്തോ. അപ്പോൾ ഹുദ് എന്നർത്ഥമാണ് ദൂനക്ക എന്നതിനുള്ളത്. അത് ഇസ്മിനെ നസ്ബ് ചെയ്യുന്ന ഇസ്മു ഫീലാണ്. അടുത്ത ഇസ്മു ഫീലാണ് അലൈക്ക. നീ പതിവാക്കിക്കോ, ഇൽസം നീ ലാസിമാക്കിക്കോ. അല്ലെങ്കിൽ ഇഹ്തമ്മ ബി, നീ അതിൽ ഗൗനിച്ചോ, നീ പരിഗണിച്ചോ എന്നൊക്കെ അർത്ഥം. നീ ഗൗനിച്ചോളി, പരിഗണിച്ചോളി എന്നൊക്കെ അർത്ഥം. അപ്പോൾ അലൈക്ക നഫ്സക്ക, അലൈക്ക നഫ്സക്ക, നീ നിൻ്റെ സ്വന്തം നഫ്സിനെ നീ ഗൗനിച്ചോ, പരിഗണിച്ചോ ആണ്. അപ്പം നഫ്സ എന്നതിന് നസ്ബ് ലഭിച്ചു. അലൈക്ക നീ മുറുകെ പിടിച്ചോ, പതിവാക്കിക്കോ. അൽ ലിബാസൽ അബിയത, വെളുത്ത വസ്ത്രം ധരിക്കലിന്. വെള്ള വസ്ത്രം നീ ഗൗനിച്ചോ, അതായത് വെള്ള വസ്ത്രത്തെ നീ ലാസിമാക്കിക്കോ, നിൻ്റെ ഒപ്പം കൂട്ടിക്കോ, അതിനെ പതിവാക്കിക്കോ എന്നൊക്കെ അർത്ഥം അലൈക്ക. അലൈക്ക നലാഫത്ത, നീ നലാഫത്ത് വൃത്തിയെ നീ സൂക്ഷിച്ചോ, വൃത്തി നീ പരിഗണിച്ചോ. ഫീ കുല്ലി വക്തിൻ, എല്ലാ സമയത്തും വൃത്തിയോടുകൂടെ കുളിച്ച് ഫ്രഷായി
വസ്ത്രവും ശരീരമൊക്കെ ഫ്രഷായി നടക്കുക. ഈ നദാഫത്തിനെ ഗൗനിച്ചോളി, അതിന് പതിവാക്കിക്കോളി എന്നൊക്കെ അർത്ഥം അലീക്ക. അപ്പോൾ അലീക്ക എന്നുള്ള നദാഫത്ത, ലിബാസ ഇതിനൊക്കെ നസ്ബ് ചെയ്തു, നഫ്സക്ക. അടുത്താണ് ഹയ്യഹല. ഹയ്യഹൽ, ഈ ഹയ്യഹല എന്നുള്ളത് അതിൻ്റെ അർത്ഥം എന്താണ്? വരുക, ഈത്തി എന്നർത്ഥം. വരൂ, അത്തായ എത്തി എന്നതിന് നമ്പറാണ് ഈത്തി, നീ വരൂ. അപ്പോൾ ഹയ്യഹലൽ മസ്ജിദ, നീ പള്ളിയിലേക്ക് വരൂ. ഹയ്യഹല സ്വലാത്ത, നിസ്കാരത്തിലേക്ക് വരൂ. ബാങ്ക് കൊടുക്കുമ്പോൾ ഹയ്യഹല എന്നല്ല പറയൽ, ഹയ്യ അല സ്വലാത്ത് എന്നാട്ടോ. ഹയ്യ എന്ന് മാത്രമുള്ള ഒരു ഇസ്മു ഫീലുണ്ട്. അതിനർത്ഥം അക്ബിൽ, നീ വരൂ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഹയ്യ അല സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ മേൽ നീ മുന്നിട്ട് വാ എന്നൊക്കെ അർത്ഥം. ഹയ്യ അല, അത് ബാങ്ക് കൊടുക്കുമ്പോൾ ഹയ്യ അല സ്വലാത്ത്. ഇത് ഹയ്യഹല എന്നുള്ള ഇസ്മു ഫീലുണ്ട്. ഈത്തി, നീ വരൂ എന്നർത്ഥത്തിലുള്ള ഒരു ഇസ്മു ഫീലാണ് ഹയ്യഹല. ഹയ്യ അല സ്വലാത്ത, നിസ്കാരത്തിലേക്ക് വരൂ. ഇനി ഹ എന്ന് പറഞ്ഞാൽ ഹുദ്. നേരത്തെ ദൂനക്ക എന്ന് പറഞ്ഞല്ലോ, അതേ അർത്ഥം തന്നെയാണ് ഹ. ഹുദ്, നീ പിടിച്ചോ, നീ എടുത്തോ. അപ്പോൾ ഹ കിതാബക്, നിൻ്റെ പുസ്തകം നീ എടുത്തോ, പുസ്തകം നീ പിടിച്ചോളി എന്നൊക്കെ അർത്ഥം. ഹ കിതാബക്. അപ്പോൾ ഇത്രയും ഇസ്മു ഫീലുകളാണ് ഇസ്മിനെ നസ്ബ് ചെയ്യുന്ന ഇസ്മു ഫീലുകൾ. അപ്പോൾ നവാസിബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ നവാസിബുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം അല്ലേ. നവാസിബുകളെ കുറിച്ചുള്ള ചർച്ച ഇവിടെ കഴിയുന്നു. ഇനി ജവാസിമുകളെ കുറിച്ചാണ്. ജസ്മ് ചെയ്യുന്ന അദാത്തുകളെ കുറിച്ച്. ജസ്മ് നമുക്കറിയാം ഇസ്മിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല, ഫിഅലിൽ മാത്രമാണ് ജസ്മുകൾ ഉണ്ടാവുക. ഫീലിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മുളാരിയായ ഫീലിൽ ഉണ്ടാവുക എന്നർത്ഥം. കാരണം മാദിയിലും അമ്രിലൊന്നും ഇറാബ് ഉണ്ടാവില്ല. മാദി മൊത്തം മബ്നിയാണ്, അമ്രും മൊത്തം മബ്നിയാണ്. പിന്നെ ആകെ ഉള്ള മുറബായ ഫീൽ എന്ന് പറയുന്നത് മുളാരിയ ഫീലാണ്. അപ്പോൾ ജവാസിം എന്ന് പറഞ്ഞാൽ മുളാരിയായ ഫീലിന് ജസ്മ് ചെയ്യുന്നവ എന്നർത്ഥം. മുളാരിയ ഫീലിന് ജസ്മ് ചെയ്യുന്ന ഹർഫുകളുമുണ്ട്, മുളാരിയ ഫീലിന് ജസ്മ് ചെയ്യുന്ന ഇസ്മുകളുമുണ്ട്. ആദ്യം നമുക്ക് ഹർഫുകളെ കുറിച്ച് പറയാം. ഹർഫിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ 4 ഹർഫുകൾ ഒരു മുളാരിയ ഫീലിന് ജസ്മ് ചെയ്യുന്നവയാണ്. അതുപോലെ ഒരു ഹർഫ് 2 മുളാരിയ ഫീലിന് ഒന്നിച്ച് ജസ്മ് ചെയ്യുന്ന ഹർഫുമാണ്. ഇപ്പോൾ നോക്കുക, അൽ ഹുറൂഫുൽ ജാസിമത്തുലിൽ മുളാരിന് ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ. ഒന്ന് ലം, സുപരിചിതമായ ഹർഫാണ് ലം. മറ്റൊന്നാണ് ലമ്മ, നഫി ചെയ്യുന്ന ലമ്മ ഉണ്ട്. അല്ലാമു ത്വലബിയ, ത്വലബിന് വേണ്ടി വരുന്ന ലാമ്. അതുപോലെ ലത്വലബിയ, ത്വലബിയായ ലാ, നമ്മൾ നെഹീൻ്റെ ലാ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അത് ലാ. ഇത് ലാമ്, ലിയഫ് അൽ എന്നൊക്കെ അമ്രു ഫീലിനൊക്കെ തുടക്കത്തിൽ വരുന്ന ലാമ്, അത് ത്വലബിയായ ലാമാണ്. മറ്റേ ലാ തുദ്രിബ് എന്നൊക്കെ നെഹീൽ വരുന്ന ലാ ത്വലബിയായ ലാ യാണ്. ലാമ് ലാ, 2 വ്യത്യാസമുണ്ട്. ഈ പറയപ്പെട്ട 4 ഹർഫുകൾ ലം, ലമ്മ, ത്വലബിയായ ലാമ്, ത്വലബിയായ ലാ, ഇതൊക്കെ വഹുന്ന യജ്സിമു ഫിഅലൻ വാഹിദൻ, ഒറ്റ ഫീലിന് ജസ്മ് ചെയ്യുന്ന അദാത്തുകളാണ്, ഒരു ഫീലിന് മാത്രം. മറ്റൊരു ഹർഫാണ് ഇൻ എന്നുള്ളത്. ഇന്നുള്ളത് വഹിയ തജ്സിമു ഫിഅലൈനി, 2 മുളാരിന് ഒരുമിച്ച് ജസ്മ് ചെയ്യുന്ന ഒരു ഹർഫാണ് ഇൻ എന്നുള്ളത്. ഏതായാലും ഇങ്ങനെ 5 ഹർഫുകളാണ് മുളാരിയ ഫീലിന് ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ. ഇനി ഹർഫുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇസ്മുകളെ കുറിച്ച് വേറെ പറയാനുണ്ട്. മുളാരിയ ഫീലിന് ജസ്മ് ചെയ്യുന്ന ഇസ്മുകളെ കുറിച്ച് അത് നമുക്ക് ഓരോന്നിൻ്റെ ഉദാഹരണം പറയാം. ലമ്മിൻ്റെ ഉദാഹരണം നോക്കും. ലം എന്നുള്ളത് ഹർഫുൻ ലി നഫീൽ മുളാരി, മുളാരിയായ ഫീലിന് നഫി ചെയ്യാനുള്ളൊരു ഹർഫാണ്. നഫീന് വേണ്ടി വരുന്ന ഒരു ഹർഫാണ് ലമ്മ്. മാത്രമല്ല കൽബിഹി മാലിയൻ, ആ മുളാരിനെ മാലിയാക്കി മറിക്കാൻ വേണ്ടിയും വരുന്ന ഒരു ഹർഫാണ് ലമ്മ്. അപ്പോൾ മുളാരിയ ഫീലിൻ്റെ അർത്ഥം മാലിയായിട്ട് മാറും ലമ്മ് പ്രവേശിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ യദ്രിബു എന്ന് പറഞ്ഞാൽ അടിക്കുന്നു അല്ലെങ്കിൽ അടിക്കും എന്നൊക്കെയാണ് അർത്ഥം. അവിടെ ലമ്മ് പ്രവേശിച്ചാൽ ലം യദ്രിബ് എന്ന് പറഞ്ഞാൽ അടിച്ചിട്ടില്ല, മാലറബ എന്ന അർത്ഥത്തിനാണ് വരിക.
അതാണ് നഫി ചെയ്യാനും അതിനെ മാലിയാക്കി മറിക്കാനും. കൽബ് എന്ന് പറഞ്ഞാൽ മറിക്കാൻ നടത്തം കേട്ടോ. നമ്മൾ ഹൃദയത്തിന് കൽബ് എന്ന് പറയും. ഹൃദയത്തിലൊരു കാര്യം എന്തായാലും ഉറച്ചു നിൽക്കില്ല. ഹൃദയം അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ലം യലിദ് വലം യൂലദ്. ഉദാഹരണം നോക്കൂ. ലം യലിദ്, അള്ളാഹു പ്രസവിച്ചിട്ടില്ല, അള്ളാഹ്ക്ക് മക്കളില്ല. വലം യൂലദ്, അവൻ പ്രസവിക്കപ്പെട്ടിട്ടുമില്ല. അള്ളാഹുവിന് ഉപ്പ ഉമ്മ അങ്ങനെയൊന്നുമില്ല. ലം യലിദ് വലം യൂലദ്. ഇവിടെ യലിദ് മുദാരിഅ ഫീലിന് ജസ്മ് ലഭിച്ചു. ലം യൂലദ് ഇത് മജ്ഹൂല ഫീലാണ്, അവിടെയും ജസ്മ് ലഭിച്ചു. സുക്കൂൻ കൊണ്ടാണ് രണ്ടിടത്തും ജസ്മുള്ളത്. മറ്റൊന്നാണ് ലമ്മ അന്നാഫിയത്തു, നഫി ചെയ്യുന്ന ലമ്മ. ലമ്മ വേറെയും ലമ്മകളുണ്ട്, അതുകൊണ്ടാണ് നാഫിയത്ത് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. നമ്മൾ മിഞ്ഞാത്ത ക്ലാസ്സിൽ വക്തിയായ ലമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അന്ന് സായിദയായി വരുന്നിടത്ത് ലമ്മ അൻജ അൽ ബഷീറു എന്നൊക്കെ കൊണ്ട് വക്തിയായ ലമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ആ ലമ്മയല്ല ഇവിടുത്തെ ലമ്മ, ഇത് നഫി ചെയ്യുന്ന ലമ്മയാണ്. ഈ ലമ്മ എന്നുള്ള ഹർഫുൽ നഫീൽ മുദാരിഇ വ ഖൽബിഹി മാദിയൻ. ലമ്മിനെ പോലെ തന്നെ മുദാരിനെ നഫി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരിക. ആ മുദാരിനെ മാദിയാക്കി മറിക്കാനൊക്കെയാണ് വരിക. ലമ്മിനെ പോലെ തന്നെയാണ്. എന്നാലും ചില വ്യത്യാസങ്ങളുണ്ട്. ലമ്മക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. ലമ്മക്ക് ചില പ്രത്യേകതകളുണ്ട്. ലമ്മിനില്ലാത്ത ചില പ്രത്യേകത ലമ്മക്കുണ്ട്. എന്തൊക്കെ പ്രത്യേകതകളുള്ളത്? ഒരു 3 പ്രത്യേകത നമുക്ക് പറയാം. അപ്പോൾ തഖ്തസു ലമ്മ ബിസ്തിംറാറിൻ നഫി ഇലാ സമനിൽ ഹാലി. തഖ്തസു ലമ്മ, ലമ്മ പ്രത്യേകമാകും. ബിസ്തിംറാറിൻ നഫി, നഫി മുസ്തമിറാവൽ കൊണ്ട്, നമ്മുടെ നിഷേധം ഇല്ല എന്ന് നമ്മൾ പറയുന്ന ആ നഫി ഉണ്ടല്ലോ, നിഷേധം, അത് സ്ഥിരമായി അത് കണ്ടിന്യൂ ആയി നിൽക്കുക എന്നതുകൊണ്ട്. ഏതുവരെ കണ്ടിന്യൂ ആയി നിൽക്കുക? ഇലാ സമനിൽ ഹാൽ, ഇപ്പോൾ ഈ പ്രസൻറ്റ് സിറ്റുവേഷൻ വരെ. അപ്പോൾ ഇതുവരെയും ഇല്ല എന്നൊരർത്ഥം, ഇതുവരെ ഇല്ല എന്നർത്ഥം. അത് ലമ്മക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ലമ്മിന് എന്തർത്ഥമല്ല. ലം യദ്രിബ് എന്ന് പറഞ്ഞാൽ അടിച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ. അതേസമയത്ത് ലമ്മ യദ്രിബ് എന്ന് പറഞ്ഞാൽ ഇതുവരെ അടിച്ചിട്ടില്ല. അപ്പോൾ ആ നഫി ഏതുവരെ മുസ്തമിറാണ്? ഇതാ ഈ ഒരു നിമിഷം വരെ, നമ്മൾ പറയുന്ന ഈ ഒരു നിമിഷം വരെ ആ നഫി അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇല്ല എന്നുള്ള ആ ഒരു നിഷേധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നൊരർത്ഥം ലമ്മക്കുണ്ട്. ലമ്മിന് അങ്ങനെയില്ല. ലം യദ്രിബ്, അവൻ അടിച്ചിട്ടില്ല, എന്നടിച്ചിട്ടില്ല, മിനിയാന്നാണ് അടിച്ചിട്ടില്ല, പക്ഷേ സുമ്മ ദറബ, പിന്നെ ഇന്നലെ എന്ത് ചെയ്തു, അടിച്ചു എന്നൊക്കെ പറയാലോ. അപ്പോൾ ലമ്മ എന്നുള്ളത് സമനുൽ ഹാല് വരെ മുസ്തമിറാണ് എന്നതുകൊണ്ട് വലുത യംതനിഉ, ഇതുകൊണ്ട് തന്നെ പറ്റൂല അയ്യുക്കാല, പറയപ്പെടാൻ പറ്റൂല. ലമ്മ യക്കുൻ സുമ്മക്കാന എന്ന് പറയാൻ പറ്റില്ല. ലമ്മ യക്കുൻ സുമ്മക്കാന, ഉണ്ടായിട്ടില്ല പിന്നെ ഉണ്ടായി എന്ന അർത്ഥത്തിന് ലമ്മ യക്കുൻ സുമ്മക്കാന എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? ലമ്മ യക്കുൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ്. സുമ്മക്കാന എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടായിരുന്നോ, അത് അർത്ഥം ശരിയാവില്ലല്ലോ. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി സുമ്മ സയക്കൂൻ എന്ന് പറയാം, ഇനി ഉണ്ടാകും എന്നൊക്കെ പറയാം, എന്നല്ലാതെ സുമ്മക്കാന എന്ന് പറയാൻ പറ്റില്ല. അതേസമയത്ത് വയജൂസ് അയ്യുക്കാന എന്ത് പറയാൻ പറ്റും? ലം യക്കുൻ സുമ്മക്കാന എന്ന് പറയാൻ പറ്റും. ലം യക്കുൻ ഉണ്ടായിട്ടില്ല, സുമ്മക്കാന പിന്നെ ഉണ്ടായി. അപ്പോൾ ലം യക്കുൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഉണ്ടായിട്ടില്ല, സുമ്മക്കാന പിന്നെ ഈ മാസം 2 ദിവസം മുമ്പ് ഉണ്ടായി എന്നൊക്കെ പറയാം. ലമ്മ അത് പറ്റില്ല. ഇതാണ് ഒരു പ്രത്യേകത. വേറൊരു പ്രത്യേകത ലമ്മ എന്നുള്ളത് അയ്യതൻ പ്രത്യേകമാകും ബിജവാസി ഹദ്ഫിൽ ഫിഅലിൽ മജ്സൂമി ബിഹ. ഈ ലമ്മ കൊണ്ട് ജസ്മ ചെയ്യപ്പെടുന്ന ഫിഅലിനെ കളയൽ അനുവദനീയമാണ്. ചില സന്ദർഭത്തൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ മജ്സൂമായ ഫിഅലിനെ വേണമെങ്കിൽ നമുക്ക് കളയാൻ പറ്റും. ഒരു ഉദാഹരണം പറയാം. ഖാറബത്തുൽ ബലദ വലമ്മ. ഖാറബത്തുൽ ബലദ, ആ നാടിനോട് ഞാൻ അടുത്ത് കത്തി, പക്ഷേ വലമ്മ, ലമ്മ ലം അദ്ഖുൽഹ എന്നർത്ഥം. ലം അദ്ഖുൽഹ, ആ നാട്ടിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടില്ല. ആ നാടിനോട് അടുത്തെത്തി, പക്ഷേ അവിടെ പ്രവേശിച്ചില്ല. ലമ്മ അദ്ഖുൽഹ, ലമ്മ അദ്ഖുൽഹ. അവിടെ ആ അദ്ഖുൽഹ എന്നതിനെ കളയാൻ പറ്റും. ആ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാവും അത് കളഞ്ഞാലും. ഖാറബത്തുൽ ബലദ ലമ്മ എന്ന് പറഞ്ഞാൽ ആ നാടിനോട് അടുത്തെത്തി, പക്ഷേ പ്രവേശിച്ചില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാവുകയാണെങ്കിൽ ആ ഫീലിനെ എന്ത് ചെയ്യാൻ പോകുന്നത്? കളയാം, അത് അനുവദനീയമാണ്. അതേസമയത്ത് ലമ്മ കൊണ്ട് ജസ്മ് ചെയ്യപ്പെടുന്ന ഫീലിനെ കളയാൻ പറ്റൂലേ. ഇനി തഖ്തസു ലമ്മ ഇതൻ, വീണ്ടും ലമ്മയുടെ പ്രത്യേകതയാണ്. ലമ്മ പ്രത്യേകമാകും ബി തവക്കുഴി സുബൂത്തിൽ മംഫി. ആ മംഫി ഉണ്ടല്ലോ, നമ്മൾ നിഷേധിച്ച കാര്യം, അത്
ഇനി ഉണ്ടാകുമെന്ന പ്രതീക്ഷ, തവക്കുൾ പ്രതീക്ഷ, നേരത്തെ നമ്മൾ നഫി ചെയ്ത കാര്യം അതിനി ഉണ്ടാകും, അതിന് സുബൂത്താകുമെന്നൊരു പ്രതീക്ഷ ആരറിയിക്കും? ലമ്മ അറിയിക്കും. ലമ്മിന് ആർത്തല്ല. ഉദാഹരണം പറയാം, നെഹവു വലമ്മ യദ്ഖുലുൽ ഈമാനു, ഈമാൻ ഇതുവരെ പ്രവേശിച്ചിട്ടേ ഇല്ല, ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ ഈമാൻ ഇതുവരെ പ്രവേശിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്നുണ്ട്, ഇതുവരെ പ്രവേശിച്ചിട്ടില്ല, ഇലൽ ആൻ, ഇതുവരെ പ്രവേശിച്ചിട്ടില്ല. അതേസമയത്ത് സൗഫ യദ്ഖുലു, പിന്നീട് എന്ത് ചെയ്യും? പ്രവേശിക്കും. ഇതുവരെ പ്രവേശിച്ചിട്ടില്ല, പക്ഷേ ഇനി പിന്നീട് പ്രവേശിക്കും. ആ പ്രവേശിക്കാനുള്ള ഒരു സാധ്യത, ഒരു പ്രതീക്ഷ ഉണ്ട്. ഈ ഒരു പ്രതീക്ഷയുടെ മേൽ അറിയിക്കും ലമ്മ എന്നുള്ളത്. അപ്പോൾ ജസ്മ് ചെയ്യുന്ന രണ്ട് ഹർഫുകളായി, ഒന്ന് ലമ്മ്, മറ്റൊന്ന് ലമ്മ. ഇവിടെ ലമ്മ യദ്ഖുലുൽ ഈമാനു, ഇവിടെ യദ്ഖുലി എന്നുള്ളതിന് ജറല്ല, യദ്ഖുൽ എന്നുണ്ടാവുക, സുക്കൂനുണ്ടാവുക. ഇൽത്തിഖാഉ സാക്കിനീനിക്ക് വേണ്ടി അവിടെ കസ്ർ കൂട്ടി വായിക്കുമ്പോൾ കൊടുത്തതാണ്. അവിടെ കൂട്ടി വായിക്കാതെ ലമ്മ യദ്ഖുൽ അവിടെ നിർത്തുകയാണെങ്കിൽ ലമ്മ യദ്ഖുൽ എന്ന് തന്നെ വായിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കൂട്ടി വായിക്കുമ്പോൾ അവിടെ രണ്ട് സുക്കൂൻ അടുത്തടുത്ത് വരുന്നത് കൊണ്ട്, അൽ ഈമാൻ എന്നതിൽ ലാമിനും സുക്കൂനാണ്, യദ്ഖുൽ എന്നതിലെ ലാമിനും സുക്കൂനാണ്. രണ്ട് സുക്കൂൻ അടുത്ത് വരുമ്പോൾ വായിക്കാൻ പ്രയാസപ്പെടും. അതുകൊണ്ട് ഒന്നാമത്തെ ലാമിന് എന്ത് ചെയ്യും? കസ്ർ കൊടുത്ത് വായിക്കും. അങ്ങനെയാണ് ലമ്മ യദ്ഖുലുൽ ഈമാനു എന്ന് വായിച്ചത്. ഇനി അടുത്താണ് അല്ലാമു തൊലബിയ, തൊലബിയായ ലാമ്, തൊലബിൻ്റെ മേൽ അറിയിക്കുന്ന, തൊലബാണ്, അമ്രക്ക് തൊലബിൽപ്പെട്ടാണ്. ഇങ്ങനെ തൊലബിൻ്റെ മേൽ അറിയിക്കുന്ന ലാമ്. ഉദാഹരണം നോക്കൂ, ലിയുൻഫിഖ് ദൂ സഅത്തിൻ മിൻ സഅത്തിഹി, തൊലബിയായ ലാമിൽപ്പെട്ടാണ്. ഒന്ന് അമ്രിൻ്റെ ലാമുണ്ട്, അതുപോലെ ദുആഇൻ്റെ ലാമുണ്ട്. ഇതൊക്കെ ഈ തൊലബിയായ ലാമിൽപ്പെട്ടാണ്. ലാമിൽ അമ്രിന് ഉദാഹരണം ലിയുൻഫിഖ്, ചിലവഴിച്ചു കൊള്ളട്ടെ. അപ്പോൾ കൽപ്പനയാണ്, ചിലവഴിക്കട്ടെ. ആര്? ദൂ സഅത്തിൻ, സമ്പത്തുடைய ആളുകൾ, സമ്പത്തിൽ വിശാലത ഉള്ള ആളുകൾ, സമ്പത്തുடைய ആളുകൾ ചിലവഴിക്കട്ടെ. മിൻ സഅത്തിഹി, അവരുടെ സമ്പത്തിൽ നിന്ന് അവർ ചിലവഴിച്ചു കൊള്ളട്ടെ. കൽപ്പന, ലാമുൽ അമ്ർ. അവിടെ ലി യുൻഫിഖ്, ലാം എന്ത് ചെയ്തു? അൻഫഖ യുൻഫിഖു, ആ മുദാരിഅ ഫീലിനെ ജസ്മ് ചെയ്തു, ലി യുൻഫിഖ്. അടുത്ത ഉദാഹരണം ലി യക്തുബ്, എഴുതട്ടെ, എഴുതിക്കൊള്ളട്ടെ. കുല്ലു ത്വാലിബിൻ, എല്ലാ വിദ്യാർത്ഥിയും. മാ ദറസഹു, മാ ഒരു കാര്യത്തെ എഴുതിക്കൊള്ളട്ടെ. എങ്ങനത്തെ കാര്യം? ദറസ, അവൻ പഠിച്ചിരിക്കുന്നു. ഹു, ആ ഒരു കാര്യത്തെ. അല്യൗമ, ഇന്ന്. അവൻ ഇന്ന് വിദ്യാർത്ഥി പഠിച്ച എല്ലാ കാര്യവും അവൻ എഴുതിക്കൊള്ളട്ടെ. അമ്മ കൽപ്പനയാണ്. ലി യക്തുബ്, അവിടെ ലാമ് ജസ്മ് ചെയ്തു, യക്തുബ് എന്ന മുദാരിഅ ഫീലിന് ജസ്മ് ചെയ്തു. തൊലബിയായ ലാമിൽപ്പെട്ട മറ്റൊന്നാണ് ലാമു ദുആ, ദുആഇന് വേണ്ടി വരുന്ന ലാമ്. ഇപ്പോൾ ലി യഗ്ഫിർ, ലി യഗ്ഫിർ, പൊറുക്കട്ടെ. ലീ, എനിക്ക് പുറത്തു തരട്ടെ. റബ്ബി, എൻ്റെ റബ്ബ്. ഇത് റബ്ബിനോടുള്ള കൽപ്പന എന്ന് പറയാൻ പറ്റില്ല. റബ്ബ് നമ്മളെ ചോടല്ലല്ലോ, റബ്ബ് നമ്മളെ മേലെയാണ്. മേലുള്ള ആൾക്കാരോട് ഇങ്ങനെ കൽപ്പിക്കുക. ആ മേലുള്ള ആൾക്കാരോട് കൽപ്പിക്കുമ്പോൾ അത് കൽപ്പനയല്ല, മറിച്ച് അത് അപേക്ഷയാണ്, ദുആ ആണ്. ലി യഗ്ഫിർ ലി റബ്ബി, എൻ്റെ റബ്ബിനിക്ക് പുറത്തു തരണമേ എന്നുള്ള ആ ദുആഇന് വേണ്ടി വരുന്ന ലാമ്. അപ്പോൾ ഇതൊക്കെയാണ് തൊലബിയായ ലാമ്. ഇതെന്ത് ചെയ്തു? ലി യഗ്ഫിർ, റായിന് സുക്കൂനുണ്ടല്ലോ, സുക്കൂനുണ്ടാണ് അവിടുത്തെ ജസ്മ. മുദാരിഅ ഫീന് ജസ്മ് ചെയ്യുന്ന നാലാമത്തെ ഹർഫ് ല തൊലബിയ, തൊലബിയായ ലാ, തൊലബിയായ ലാ. ലാ എന്ന് പറയുമ്പോൾ അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ നെഹീൻ്റെ ലാ ഉണ്ട്, ദുആഇൻ്റെ ലാ ഉണ്ട്. നേരത്തെ ലാമിനെ കുറിച്ച് അമ്രിൻ്റെ ലാമുണ്ട്, ദുആഇൻ്റെ ലാമുണ്ടെന്ന് പറയുന്നു. എന്നതുപോലെ നെഹീന് വേണ്ടി വരുന്ന ലായുണ്ട്, ദുആഇന് വേണ്ടി വരുന്ന ലായുണ്ട്. നെഹീന് വേണ്ടി വരുന്ന ലാക്ക് ഉദാഹരണം നോക്കൂ, ലാ തുശ്രിക് ബില്ലാഹി, നീ അള്ളാഹുവിനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കല്ലേ, പങ്കു ചേർക്കരുത്. നെഹിയാണ്. ലാ തുശ്രിക്, നീ ഷിർക്ക് ചെയ്യാൻ പാടില്ല, പങ്കു ചേർക്കാൻ പാടില്ല, പങ്കു ചേർക്കരുത്. ബില്ലാഹി, അള്ളാഹുവിനോട് മറ്റൊന്നിനെയും നീ പങ്കു ചേർക്കരുത്. ലാ തനം, നീ ഉറങ്ങല്ലേ. ഖബല ഹിഫ്ലി ദുറൂസ്, പാഠങ്ങൾ ഹിഫ്ലാക്കുന്നതിന് മുമ്പ്, അത് പഠിക്കുന്നതിന് മുമ്പ് നീ ഉറങ്ങല്ലേ. ലാ തനം, നാമ യനാമു, അതിലേക്ക് ഇത് അതിൻ്റെ ഹാദറാണ് തനാമു, അതിലേക്ക് ലാ പ്രവേശിച്ചപ്പോൾ ലാ തനം എന്നായി. ലാ തനാമു ഒരു അലിഫോടെ കളയപ്പെട്ടിട്ടുണ്ട്. ശരിക്കും അവിടെ എന്താ ഉണ്ടാവുക? തനാമു എന്നാ മുദാരിഅ ഫീൽ കേട്ടോ.
തനാമു എന്നാണ് മുദാരി ഫീൽ. അതിലേക്ക് ആര് പ്രവേശിച്ചു? ലാ പ്രവേശിച്ചു. നഹീൻ്റെ ലാ പ്രവേശിച്ചപ്പോൾ അവിടെ എന്ത് ചെയ്തു? മീമിന് സുക്കൂന്, ലാ തനാം എന്നായി. പിന്നെ ഈ മീമും അലിഫിന് സുക്കൂനാണല്ലോ, അലിഫിന് സുക്കൂനാണ്, മീമിന് സുക്കൂനാണ്. രണ്ട് സുക്കൂനുള്ള അക്ഷരങ്ങൾ അടുത്തടുത്ത് വന്നപ്പോൾ ഒന്നാമത്തെ അക്ഷരത്തെ കളഞ്ഞു. അങ്ങനെയാണ് ലാ തനം എന്നാണത്, ലാ തനം. അടുത്താണ് ലാ തുആഖിദ്ന. അത് ദുആയിൻ്റെ ലാമാട്ടോ, ദുആയിൻ്റെ ലാ ആണ്, ലാമല്ല, ദുആയിൻ്റെ ലാ. ലാ തുആഖിദ്ന, റബ്ബേ ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ. ലാ തുആഖിദ്ന. അപ്പോൾ ഇതൊക്കെ മുദാരിയ ഫീലിന് ജസ്മ് ചെയ്യുന്ന ഹർഫുകളാണ്. ഇതൊക്കെ ഒരു മുദാരിന് ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ. ഇനി ഇന്നിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നു. രണ്ട് മുദാരിന് ജസ്മ് ചെയ്യുന്ന ഹർഫാണ് ഇന്ന്. ഉദാഹരണം നോക്കൂ. ഈ യശ, അവൻ ഉദ്ദേശിച്ചാൽ, യുദ്ഹിബ്, അവൻ ഒഴിവാക്കും, കും നിങ്ങളെല്ലാവരെയും ഇവിടുന്ന് അവൻ പോക്കിക്കളയും. ഇവിടുന്ന് അവന് നിങ്ങൾ ഇവിടുന്ന് എല്ലാവരെയും ഒഴിവാക്കും. ഈ യശ, ഷാ യഷാ ഉ, ഈ യഷാ ഉ എന്നതിന് ജസ്മ് ലഭിച്ചു. ഇൻ യശ, അവിടെയും ആ അലിഫ് കളയപ്പെട്ടിട്ടുണ്ടോ? തനാമു എന്ന അലിഫ് കളഞ്ഞതുപോലെ യഷാ എന്നുണ്ടായിരുന്നു, അലിഫ് കളഞ്ഞിട്ടാണ് യശ എന്നാണ്. പിന്നെ യുദ്ഹിബ്, അദ്ഹബ യുദ്ഹിബു, റഫ് ഉണ്ടായിരുന്നത് ജസ്മ് ലഭിച്ചു, യുദ്ഹിബ്. അപ്പോൾ ഈ യുദ്ഹിബ് എന്നതിനും യശ എന്നതിനൊക്കെ ആര് ജസ്മ് ചെയ്തു? ഇൻ എന്നുള്ളത് ജസ്മ് ചെയ്തു. ഇവിടെ ഈ യശ എന്നുള്ള ഷർത്താണ്, ഷർത്ത് എന്ന് പറയും. യുദ്ഹിബ് എന്നുള്ള ജവാബ് എന്നും പറയും കേട്ടോ. ഈ യശ, അവൻ ഉദ്ദേശിച്ചാൽ, അത് ഷർത്താണ്. ഉദ്ദേശിച്ചാൽ എന്തുണ്ടാകും? അതിൻ്റെ ജവാബാണ് യുദ്ഹിബ്, അവൻ പോക്കിക്കളയും നിങ്ങളെ. മറ്റൊരു ഉദാഹരണം. ഇൻ തജ്തഹിദ്, നീ അധ്വാനിച്ചാൽ, ജയ്യിദൻ, നല്ലവണ്ണം നീ അധ്വാനിച്ചാൽ, തൻജഹ്, നീ വിജയിക്കും. അവിടെ തജ്തഹിദ് അത് ഷർത്താണ്. ഇൻ തജ്തഹിദ്, നീ അധ്വാനിച്ചാൽ, ആ ഷർത്തിന് ജസ്മ് ലഭിച്ചു. അധ്വാനിച്ചാൽ എന്തുണ്ടാവും? തൻജഹ്, നീ വിജയിക്കും, അതാണ് ജവാബ്. അതിനും ജസ്മ് ലഭിച്ചു, തൻജഹ്. നജഹ യൻജഹു, തൻജഹു തൻജഹ്. മറ്റൊന്ന് ഇൻ തൽതസിം, നീ പതിവാക്കിയാൽ, ബിൻ നലാഫത്ത്, നലാഫത്തിന് നീ പതിവാക്കിയാൽ, നലാഫത്ത് നീ മുറുകെ പിടിച്ചാൽ, വൃത്തി, ശുദ്ധി, ഇതിന് മുറുകെ പിടിച്ചാൽ, യുഹ്ബിബ് ക, യുഹ്ബിബ് ഇഷ്ടപ്പെടും, ക നിന്നെ ഇഷ്ടപ്പെടും, അന്നാസു ജനങ്ങൾ. ഇവിടെ യുഹ്ബിബ് എന്നുള്ളതാണ് ജവാബ്. ഇൻ തൽതസിം, തൽതസിം, ഇൽതസമ യൽതസിമു, തൽതസിം എന്നുള്ളത് ഷർത്താണ്, യുഹ്ബിബ് എന്നുള്ള ജവാബാണ്. രണ്ടിനും ജസ്മ് ലഭിച്ചു. ഇങ്ങനെ രണ്ട് ഫെയിലും ജസ്മ് ചെയ്യുന്ന ഹർഫാണ് ഇൻ എന്നുള്ളത്. ഇനി അൽ അസ്മാഉൽ ജാസിമത്തു ലിൽ മുദാരി, മുദാരിന് ജസ്മ് ചെയ്യുന്ന ഇസ്മുകളെ കുറിച്ച്. ഈ ഇസ്മുകളും രണ്ട് മുദാരിന് ജസ്മ് ചെയ്യുന്ന ഇസ്മുകളാണ്. കാരണം ഇതിലൊക്കെ നേരത്തെ പറഞ്ഞ ഇന്നുണ്ടല്ലോ, ഇന്ന്, ഈ ഇന്നിൻ്റെ ഒരർത്ഥം ഇവിടേക്കും കാണാം. അതായത് ഒരു ഷർത്ത് ജവാബ് എന്ന ഒരർത്ഥങ്ങൾ ഇവിടൊക്കെ ഉള്ളതുകൊണ്ട് രണ്ട് മുദാരിന് ജസ്മ് ചെയ്യുന്ന ഇസ്മുകളാണ് ഈ പറയപ്പെട്ടതൊക്കെ. മൻ, മാ, മത, മഹ്മ, അയ്യുൻ, ഐന, അന്ന, ഹൈസുമ, ഇദ്മ, അയ്യാന, ഇതൊക്കെ 10 ഉണ്ട് അല്ലേ? മൻ, മാ, മത, മഹ്മ, അയ്യുൻ, ഐന, അന്ന, ഹൈസുമ, ഇദ്മ, അയ്യാന. ഈ 10 ഇസ്മുകളും ഇതിനൊക്കെ ഷർത്തിയായ ഇസ്മുകൾ എന്ന് പറയും. അദാത്തു ഷർത്ത്, ഷർത്തിൻ്റെ അദാത്തുകൾ എന്നൊക്കെ പറയും. മുകളിൽ പറഞ്ഞ ഇന്നും ഷർത്തിൻ്റെ അദാത്ത് തന്നെയാണ്, പക്ഷെ അത് ഹർഫാണ്, ഇത് ഇസ്മുകളാണ്, അത് വ്യത്യാസം. ഓരോന്നിനും ഉദാഹരണം നോക്കാം. മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി, മൻ യഅമൽ, വല്ലൊരുത്തനും പ്രവർത്തിച്ചാൽ, സൂഅൻ, സൂ പ്രവർത്തിച്ചാൽ, സൂ എന്ന് പറഞ്ഞാൽ തിന്മ, വല്ലൊരുത്തനും തിന്മ പ്രവർത്തിച്ചാൽ, യുജ്സ, അവന് അതിൻ്റെ പ്രതിഫലം നൽകപ്പെടും. ബിഹി, ആ സൂ കാരണമായിട്ട് എന്താണോ അവന് ലഭിക്കേണ്ട ആ പ്രതിഫലം എന്ന് വെച്ചാൽ പ്രതിഫലം അവന് നൽകപ്പെടും. അവിടെ യഅമൽ എന്നുള്ളതാണ് ഷർത്ത്, യുജ്സ എന്നുള്ളതാണ് ജവാബ്. യുജ്സ എന്നുള്ളതിന് എങ്ങനെയാണ് ജസ്മ എങ്ങനെയാണ്? അവസാനത്തെ അക്ഷരത്തെ കളഞ്ഞുകൊണ്ടാണ് ജസ്മ കേട്ടോ. ജസ, യജ്സി, അതിൻ്റെ മുദാരി, അതിൻ്റെ മജ്ഹൂലാണ് യുജ്സ എന്നുള്ളത്, യുജ്സ. അപ്പോൾ അവസാനം ഇല്ലത്തിൻ്റെ അക്ഷരമുള്ള അവസാനത്തെ അക്ഷരം മുഴത്തല്ലായ ഫീലാണ്. അവസാനത്തെ അക്ഷരം മുഴത്തല്ലായ ഫീലിന് ജസ്മ് ആ അവസാനത്തെ മുഴത്തല്ലായ അക്ഷരത്തെ കളഞ്ഞുകൊണ്ടാണ്. ഇവിടെ യുജ്സ എന്നുള്ളിടത്ത് ആ അവസാനത്തെ അക്ഷരത്തെ കളഞ്ഞുകൊണ്ടാണ് ജസ്മ്. അവിടെ സുക്കൂന് കാണുന്നില്ലല്ലോ, ഫത്ഹാണ്, അതുകൊണ്ട് നസ്ബാണ്, തെറ്റിദ്ധരിക്കണ്ട. മറ്റൊരു ഉദാഹരണം. മൻ യജ്തഹിദ് ജയ്യിദൻ
യൻജഹ് ബിർറുത്തുബത്തിൽ ഊല മൻ യജ്തഹിദ്, ആരെങ്കിലും പരിശ്രമിച്ചാൽ, വല്ലൊരുത്തനും പരിശ്രമിച്ചാൽ, ജയ്യിദൻ നല്ലവണ്ണം പരിശ്രമിച്ചാൽ, യൻജഹ് അവൻ വിജയിക്കും, ബിർറുത്തുബത്തിൽ ഊല ഒന്നാം സ്ഥാനം കൊണ്ട്, ഫസ്റ്റ് റാങ്ക് കൊണ്ട് വിജയിക്കും. അവിടെ യജ്തഹിദ് എന്നുള്ള ഷർത്ത്, യൻജഹ് എന്നുള്ള ജവാബ്, രണ്ടിനും ജസ്മ് ലഭിച്ചു. മറ്റൊന്ന് മൻ യുഫ്രിത്ത് ഫിൽ അക്ലി യത്ഹം, മൻ യുഫ്രിത്ത് വല്ലൊരുത്തനും പരിധി വിട്ടാൽ, ഫിൽ അക്ലി തീറ്റയിൽ പരിധി വിട്ടാൽ, പരിധി വിട്ട് തിന്നാൽ, പിന്നെ യത്ഹം അവർക്ക് തഹമ് ബാധിക്കും. തഹമന ഒന്നും കഴിക്കാൻ പറ്റാത്തൊരു രോഗം, ആ കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, ആ അവസ്ഥ ബാധിക്കും. യത്ഹം. അപ്പോൾ യുഫ്രിത്ത് ഷർത്ത്, യത്ഹം ജവാബ്, രണ്ടിനും ജസ്മ് ലഭിച്ചു. മൻ യത്അബ് ഫീ സിഗരിഹി ആരെങ്കിലും അവൻ്റെ ചെറുപ്പകാലത്ത് അധ്വാനിച്ചാൽ, യതമത്തഅ അവൻ സുഖിക്കും, ഫീ കിബരിഹി അവൻ ആസ്വദിക്കും, ഫീ കിബരിഹി അവൻ്റെ വാർദ്ധക്യകാലത്ത് അവനക്ക് ആസ്വദിക്കാൻ പറ്റും. ചെറുപ്പകാലത്ത് അധ്വാനിച്ചാൽ വാർദ്ധക്യകാലത്ത് അധ്വാനിക്കാം. ഇങ്ങനെ യത്അബ് എന്നുള്ള ഷർത്ത്, യതമത്തഅ എന്നുള്ള ജവാബ്. ഇവിടെയൊക്കെ ഈ മന്ന് എന്നുള്ള ഈ ഷർത്തിൻ്റെ അർത്ഥമുള്ള മന്ന്, ഈ മന്നാണ് ഇവിടെയൊക്കെ ജസ്മ്, രണ്ട് ഫീലിന് ജസ്മ് ചെയ്ത ഇസ്മ എന്ന് പറയുന്നത്. അടുത്താണ് മാ നസ്മഅ മിൻ ദർസിൻ നഹ്ഫളുഹു, മാ നസ്മഅ ഞങ്ങൾ കേൾക്കുന്ന എന്തൊരു കാര്യവും, മാ വല്ല ഒന്നും, ഇങ്ങനത്തെ കാര്യമാണ് നസ്മഉഹു എന്നുണ്ടാവും. ഞങ്ങൾ ആ ഒന്നിനെ കേൾക്കുന്നു, ഇങ്ങനെ ഞങ്ങൾ കേൾക്കുന്ന എന്തും, ആ എന്തും കൊണ്ട് ഉദ്ദേശം മിൻ ദർസിൻ ഏത് പാഠമാവട്ടെ, ഏത് പാഠമാവട്ടെ ഞങ്ങൾ കേൾക്കുന്ന എല്ലാം, നഹ്ഫളുഹു ഞങ്ങളതിനെ ഹിഫ്ളാക്കും. അപ്പോൾ നസ്മഅ എന്നുള്ള ഷർത്ത്, നഹ്ഫളു എന്നുള്ളത് ജവാബ്, രണ്ടിനും ജസ്മ് ലഭിച്ചു. മാ തദ്ദഖിർ നീ സൂക്ഷിക്കുന്ന എന്തും, ആ എന്തും കൊണ്ട് ഉദ്ദേശം എന്താ, മിൻ മാലിൻ സമ്പത്തിനാൽ, സമ്പത്തിനാൽ നീ സൂക്ഷിക്കുന്ന എന്തൊന്നും, യംഫഅക അത് നിനക്ക് എന്ത് ചെയ്യും, ഉപകാരം ചെയ്യും. നീ കുറ്റിയിലൊക്കെ ഇട്ട് വെക്കുന്ന നിൻ്റെ മുതൽ, നീ സ്വരൂപിച്ച് വെക്കുന്ന നിൻ്റെ മുതൽ അത് നിനക്ക് ഉപകരിക്കും. മാ തദ്ദഖിർ, തദ്ദഖിർ എന്നുള്ളത് ഷർത്താണ്, യംഫഅ അത് ജവാബാണ്, രണ്ടിനും ജസ്മ് ലഭിച്ചു. മാ തുളഅ പാഴാക്കപ്പെടുന്ന വല്ല ഒന്നും, ആ വല്ല ഒന്നും കൊണ്ട് ഉദ്ദേശം മിൻ വക്തിൻ സമയത്തിനാൽ, അപ്പോൾ സമയത്തിനാൽ പാഴാക്കപ്പെടുന്ന വല്ല ഒന്നും, തന്തം അലേഹി തന്തം നീ ഖേദിക്കേണ്ടി വരും, അലേഹി ആ പാഴായ സമയത്തിൻ്റെ മേൽ നീ ഖേദിക്കേണ്ടി വരും. മാ തുളഅ, തുളഅ ഈ തുളഅ എന്നുള്ളത് ഷർത്താണ്, തന്തം എന്നുള്ളത് ജവാബാണ്. അലാഅ യുളീഉ എന്നാണ് ഫീൽ കേട്ടോ, അലാഅ യുളീഉ അതിൻ്റെ മജ്ഹൂലാണ്, യുളീഉവിൻ്റെ മജ്ഹൂലാണ് യുളാഉ, തുളാഉ എന്നൊക്കെ അർത്ഥം, തുളാഉ. അതിൻ്റെ ജസ്മ് ലഭിച്ചപ്പോൾ തുളഅ എന്നായി, കാരണം അലിഫ് കളയപ്പെട്ടു. ഇങ്ങനെ മാ തുളഅ മിൻ വക്തിൻ തന്തം അലൈഹി. അടുത്താണ് മത്ത എന്നുള്ളത്. മത്താ തസ്ലിൽ ഹാഫിലത്തു, ഹാഫിലത്തിൻ്റെ ബസ് എപ്പോൾ എത്തിയാലും, എപ്പോൾ ഒരു സമയത്തിന് സൂചിപ്പിക്കുന്നതാണ് മത്ത. ബസ് എപ്പോൾ എത്തിയാലും, നർക്കബ് ഞങ്ങൾ കയറും, ആ ബസ്സിൽ ഞങ്ങൾ കയറും. അവിടെ തസ്സിൽ എന്നുള്ളത് ഷർത്താണ്, നർക്കബ് എന്നുള്ള ജവാബാണ്, രണ്ടിനും ജസ്മ്. ഇവിടെ തസ്സിൽ ലാമിന് സുക്കൂനാണ്, കൂട്ടി വായിക്കുമ്പോൾ അവിടെ കസ്റായി മാറും. മത്താ യുസാഫിർ അഹീ, മത്താ യുസാഫിർ എപ്പോൾ യാത്ര ചെയ്താലും, അഹി എൻ്റെ സഹോദരൻ എപ്പോൾ യാത്ര ചെയ്താലും, ഉസാഫിർ ഞാൻ യാത്ര ചെയ്യും, മഴഹു അവൻ്റെ കൂടെ. യുസാഫിർ എന്നുള്ളത് ഷർത്താണ്, ഉസാഫിർ എന്നുള്ളത് ജവാബാണ്, രണ്ടിനും ജസ്മ് ലഭിച്ചു. മത്താ എന്നുള്ളതാണ് ജസ്മ് ചെയ്യുന്നത്. മഹ്മാ യക്തുമിൻ നാസു, മഹ്മാ എന്നുള്ളത് മാൻ്റെ അർത്ഥത്തിനൊക്കെ വരുന്ന ഒരു ഇസ്മാണ്. മഹ്മാ യക്തും എന്ത് മറച്ചു വെച്ചാലും, അന്നാസു ജനങ്ങൾ എന്ത് മറച്ചു വെച്ചാലും, യഅലംഹു അതിനെ അറിയും അള്ളാഹു, അള്ളാഹു അറിയും. അപ്പോൾ യക്തും എന്നുള്ളത് ഷർത്ത്, യഅലം എന്നുള്ള ജവാബ്, രണ്ടിനും ജസ്മ് ലഭിച്ചു. മഹ്മാ തുൻഫിഖ് നീ എന്ത് ചെലവഴിച്ചാലും, ഫിൽ ഖൈരി നന്മയുടെ മാർഗത്തിൽ നീ എന്ത് ചെലവഴിച്ചാലും, യുഖ്ലിഫ്ക നിനക്ക് പകരം തരും അള്ളാഹു, അള്ളാഹു നിനക്കതിന് പകരം തരും. അപ്പോൾ തുൻഫിഖ് എന്നുള്ള ഷർത്താണ്, യുഖ്ലിഫ് എന്നുള്ളത് ജവാബാണ്. ഇതാണ് മഹ്മ. ഇനി അയ്യുക്കും യഹ്ഫദുൽ ഖുർആൻ, അയ്യുക്കും നിങ്ങളിൽ നിന്ന് ആരാണോ ഹിഫ്ളാക്കുന്നത് അൽ ഖുർആന ഖുർആനിനെ നിങ്ങളിൽ നിന്ന് ആര് ഹിഫ്ളാക്കിയാലും, യഷ്ഫൾ ഖുർആൻ ശുപാർശ ചെയ്യും, ലഹു അവന് ശുപാർശ ചെയ്യും. യഹ്ഫദ് എന്നുള്ള ഷർത്താണ്, യഷ്ഫൾ എന്നുള്ള ജവാബാണ്. രണ്ടിലും അയ്യ് എന്നുള്ളതാണ്
ജസ്മ് ചെയ്തത്. അയ്യ ബുസ്താനിൻ തദ്ഖുൽ, അയ്യ ബുസ്താനിൻ ഏതൊരു തോട്ടമാവട്ടെ, തദ്ഖുൽ നീ പ്രവേശിക്കുന്നത് ഏത് തോട്ടത്തിലാവട്ടെ, തബ്തഹിജ് ആ തോട്ടം ശോഭനമായതാകും. തദ്ഖുൽ എന്നുള്ളത് ഷർത്ത്, തബ്തഹിജ് ജവാബ്, രണ്ടിനും ജസ്മ് ചെയ്തു ഈ അയ്യ എന്നുള്ളത്. ഐനമാ തക്കൂനു നിങ്ങൾ എവിടെയാണെങ്കിലും, യുദ്രിക്കും നിങ്ങളെ എത്തിക്കും, അൽ മൗത്തു മരണം നിങ്ങളെ തേടിയെത്തും. ഐന എന്നുള്ള ഇവിടെ ഷർത്തിൻ്റെ അതാത്, തക്കൂനു എന്നുള്ളത് ഷർത്താണ്, യുദ്രിക്ക് എന്നുള്ള ജവാബാണ്. ഐനമാ തക്കൂനു നിങ്ങൾ എവിടെയായിരുന്നാലും, യുദ്രിക് നിങ്ങളെ എത്തിക്കും, അൽ മൗത്തു മരണം നിങ്ങളെ എത്തിക്കും, മരണം നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരും. ഐന തഖ്തബിർ നീ എവിടെ ഒളിച്ചാലും, തഖ്ബിറുക നിന്നെ പിടികൂടും, അശ്റുത്തു പോലീസ് നിന്നെ പിടികൂടും. തഖ്തബിർ ഷർത്ത്, തഖ്ബിർ ജവാബ്. ഐന തദ്ഹബ് നീ എവിടെ പോയാലും, ഉസാഹിബ് ഞാൻ കൂടെ കൂടും, നിൻ്റെ കൂടെ ഞാൻ കൂടും, നിന്നോട് ഞാൻ സഹവസിക്കും, നിന്നൊപ്പം ഞാൻ ഉണ്ടാവും. ഐന തദ്ഹബ്, അപ്പോൾ തദ്ഹബ് എന്നുള്ള ഷർത്ത്, ഉസാഹിബ് ജവാബ്. ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്, 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഐന തഖ്തബി തഖ്ബിദുക ശുർത്തത്തു ഐന തദ്ഹബ് ഉസാഹിബുക അല്ലേ, അത് പറഞ്ഞു. ഇനി അടുത്താണ് അന്ന തക്കുൻ. അന്ന എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഐന എന്നൊക്കെ അർത്ഥത്തിൽ. അന്ന തക്കുൻ നീ എവിടെയാണെങ്കിലും, എത്തിക്ക നിൻ്റെ അടുത്തേക്ക് വരും, റിസ്ഖുക നിനക്കുള്ള റിസ്ഖ് നിൻ്റെ അടുത്തേക്ക് വരും. നീ ഏത് ഉഗാണ്ടയിലായാലും നിനക്ക് അള്ളാഹു കണക്കാക്കിയ റിസ്ഖ് നിനക്ക് വരും. ഇവിടെ കാനയക്കൂനും തക്കുൻ എന്നുള്ളതാണ് ഇവിടുത്തെ ഷർത്ത്. എത്തി എന്നുള്ളതാണ് ജവാബ്. തെക്കുന്നപ്പോൾ തെക്കൂനു എന്നായിരിക്കും ഉണ്ടാവട്ടോ. വാവ് പോയതാണ്. വാവ് നൂന് ഒക്കെ അടുത്തടുത്ത് സുക്കൂണുള്ള അക്ഷരങ്ങൾ വന്നപ്പോൾ വാവ് പോയിട്ടാണ് തക്കുൻ എന്നാവുന്നത്. എത്തിക്കുക എന്നുള്ളത് അത്താ എത്തി എന്നുണ്ടാവുക. അപ്പോൾ ജസ്മ എങ്ങനെയാണ്? അവസാനത്തെ അക്ഷരത്തെ കളഞ്ഞുകൊണ്ടാണ് ജസ്മ. എത്തി എന്നുണ്ടാവും. ജസ്മിന് വേണ്ടി യായിനെ കളഞ്ഞു, എത്തിക്ക എന്നായി. പിന്നെ അന്നാ യൻസിൽ എവിടെ ഇറങ്ങിയാലും, ദൂ ഇൽമിൻ ഇൽമുള്ള അറിവുള്ള ആളുകൾ എവിടെ ഇറങ്ങിയാലും എവിടെ താമസിച്ചാലും, യുക്രം
അവരെ ആദരിക്കപ്പെടും. ഇൽമുള്ള ആളുകൾ എവിടെ താമസിച്ചാലും അവരെ ആദരിക്കപ്പെടും. യൻസിൽ എന്നുള്ളത് ഷർത്താണ്, യുക്രം ജവാബാണ്. അടുത്തതാണ് ഹൈസുമാ യദ്ഹബ് യുൽഹിർ ഷജാഅത്തഹു. ഹൈസുമാ യദ്ഹബ് എവിടെ അവൻ പോയാലും, ഹൈസുമാ യദ്ഹബ് അവൻ എവിടെ പോയാലും, ഒരു അയിനയുടെയൊക്കെ ഒരു മക്കാനെ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു ഇസ്മാണ് ഹൈസു എന്നുള്ളത്. അവൻ എവിടെ പോയാലും യുൽഹിർ അവൻ പ്രകടിപ്പിക്കും ഷജാഅത്തഹു അവൻ്റെ ധീരത, അവൻ്റെ ധീരത കാണിക്കും, ധീരത പ്രകടിപ്പിക്കും. ഹൈസുമാ യൻസിൽ മത്തറുൻ, ഹൈസുമാ യൻസിൽ എവിടെ ഇറങ്ങിയാലും, മത്തറുൻ മഴ എവിടെ ഇറങ്ങിയാലും, യുംബിത്ത് അത് മുളപ്പിക്കും, അസ്റഅ കൃഷിയെ മുളപ്പിക്കും. യൻസിൽ ഷർത്താണ്, യുംബിത്ത് ജവാബാണ്. രണ്ടിനും ഹൈസുമാ ജസ്മ് ചെയ്തു. ഇദ്മാ തൽഅബ്, ഇദ്മാ തൽഅബ് നീ കളിച്ചാൽ, യദ്രിബുക നിന്നെ അടിക്കും, അൽ ഉസ്താദ് ഉസ്താദ് നിന്നെ അടിക്കും. തൽഅബ് ഷർത്താണ്, യദ്രിബു ജവാബാണ്. രണ്ടിനും ജസ്മ് ചെയ്തു. ഇദ്മാ തഫ്അൽ നീ ചെയ്താൽ, ഷർറൻ തിന്മ നീ ചെയ്താൽ, തെന്തം നീ ഖേദിക്കും. തഫ്അൽ ഷർത്താണ്, തെന്തം ജവാബാണ്. അടുത്ത ഉദാഹരണം ഒരു ബൈത്താണ്. ഫഇന്നക ലം തഖ്ദിർ അനിൽ ബഹരി ഫൻസിലി ഫഅയ്യാന മാ തഅദിൽ ബിഹദീഹു തൻസിലി. ഫഇന്നക തീർച്ചയായും നീ, ലം തഖ്ദിർ നീ ഐശ്വര്യമായിട്ടില്ല, അനിൽ ബഹരി കടലിനെ തൊട്ട്, കടലിൽ യാത്ര ചെയ്യലിനെ തൊട്ട് നീ ഐശ്വര്യമായിട്ടില്ല. എന്നുവെച്ചാൽ കടലിൽ യാത്ര ചെയ്യൽ നിനക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഫൻസിലി നീ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ. കാരണം നിൻ്റെ ലക്ഷ്യസ്ഥാനം അല്ലെങ്കിൽ നിൻ്റെ മഹബൂബത്ത് അതൊക്കെ എവിടെയാണുള്ളത്? കടൽ കടന്ന് അപ്പുറത്താണുള്ളത്. അതുകൊണ്ട് കടലിൽ യാത്ര ചെയ്യുന്ന തൊട്ട് നിനക്ക് ഐശ്വര്യമായിട്ടില്ല, അതിനെ തൊട്ട് നിനക്ക് രക്ഷയില്ല. നീ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൂടി. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ നീ കപ്പൽ കയറരുത്. കാറ്റ് നോക്കണം. കാറ്റടിച്ച് വീശി തിരമാലകൾ ആഞ്ഞടിക്കുകയാണെങ്കിൽ നീ കപ്പൽ കയറാൻ പാടില്ല. ഇത് എപ്പോഴാണ് കയറേണ്ടത്? ഫഅയ്യാനമാ തഅദിൽ എപ്പോഴാണ് ചൊവ്വാകുന്നത്, ബിഹ കടലിലെ തിരമാലകളെ കൊണ്ട് എപ്പോഴാണോ സമമാകുന്നത്, അരീഹു കാറ്റെപ്പോഴാണോ ചൊവ്വാകുന്നത്, ഓവറായി തിരമാലകൾ അടിച്ച് വീശാതെ കാറ്റ് തിരമാലയെ കൊണ്ട് എപ്പോഴാണോ മുഴത്തതിലാവുന്നത്, ഒരു ചൊവ്വായ ശരിയായ രൂപത്തിലാവുന്നത്, അങ്ങനെ എപ്പോഴാണോ ചൊവ്വാകുന്നത് അപ്പോൾ തൻസിൽ നീ ഇറങ്ങിക്കോളി. ഇവിടെ തഅദിൽ എന്നുള്ളത് ഷർത്ത്, തൻസിൽ ജവാബ്. ഈ രണ്ടിനും അയ്യാന എന്നുള്ളത് ജസ്മ് ചെയ്തു. ഇങ്ങനെ രണ്ട് മുദാരിഅ ഫീലിന് ജസ്മ് ചെയ്യുന്ന ഇസ്മുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അസ്മാഉൽ ജാസിമത്തു ലിൽ മുദാരിഅ. ഇതോടുകൂടി നമ്മൾ മുദാരിഅ ഫീലിന് ജസ്മ് ചെയ്യുന്ന അദാത്തുകളെക്കുറിച്ച്, എല്ലാ അദാത്തുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അല്പം ചില ചോദ്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദ്യങ്ങളൊക്കെ നമുക്ക് നാളെ ചോദിക്കാം. ഈ ക്ലാസ്സുകളൊക്കെ ഇതുവരെ എടുത്ത നവാസിബ് ജവാസിബ് ബന്ധപ്പെട്ട് 4 ക്ലാസ് എടുത്ത് നമ്മൾ ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഒരാവർത്തി കേട്ട് വരുന്നതൊന്നുകൂടി നന്നായിരിക്കും ഇൻഷാ അല്ലാഹ്. സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കട്ടോ.